നമസ്കാരം. മുനമ്പം വിഷയത്തിൽ CPM-നെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ച BJP നേതാവ് ഷോൺ ജോർജ് പിന്തുണയുമായി വരുന്നത് ആരാണെങ്കിലും ഭേദഗതി അല്ലാതെ കോംപ്രമൈസ് എന്നോ അല്ലെങ്കിൽ കമ്മീഷൻ എന്നോ അത് ഞാനാണെങ്കിലും പള്ളിയിലച്ചനാണെങ്കിലും കർദിനാളാണെങ്കിലും ഭേദഗതി ഇല്ലാതെ പരിഹരിക്കാമെന്ന് പറയുന്നവർ മുനമ്പത്തിന്റെ ശത്രുക്കളാണെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്കറിയാം, ഞാനിവിടെ ആദ്യമായി കടന്നു വന്നപ്പോൾ നമ്മുടെ ജോസഫ് ചേട്ടനും അച്ഛനുമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ആദ്യമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് പ്രകാശിനടുത്ത് സംസാരിച്ചു, സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. സുരേന്ദ്രനടുത്ത് സംസാരിച്ചു. അതിനു മുമ്പേ നമ്മുടെ മൈനോറിറ്റി മോർച്ച ഇവിടെ നല്ല രീതിയിൽ ഇവിടെ വന്ന് ഈ സമരത്തിന് പിന്തുണ അറിയിച്ചിരുന്നു. അതിനുശേഷം ആക്സിഡന്റലി എനിക്ക് അപരാജിത മേഡത്തിനെ നമ്മുടെ മുമ്പിൽ കൃത്യമായ മേഡം ഇവിടെ വരികയും ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എന്റെ കൂടെ ഇവിടെ വരാമെന്ന് പറയുകയും ചെയ്തു. ഇവിടെ വരികയും ഇവിടെ വന്ന് നമ്മുടെ കൊടുത്ത നിവേദനത്തെ കൃത്യമായി പഠിച്ച്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവരെ ഒരു രാഷ്ട്രീയക്കാരി മാത്രമല്ല, ഒരു മുൻ IAS ഉദ്യോഗസ്ഥർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യത്തെ നമ്മളെക്കാൾ കൂടുതൽ നല്ല രീതിയിൽ ആ നിയമത്തെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ മേഡത്തിന് സാധിച്ചു. അത് കൃത്യമായി JPC-യിൽ അവതരിപ്പിക്കാനും കഴിയും. ഞാൻ പറഞ്ഞതെന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 2 മാസക്കാലങ്ങളിലും വലിയ സമ്മർദ്ദങ്ങളിലൂടെയാണ് സമരസമിതിയും വികാരി അച്ഛനും നിങ്ങളൊക്കെ കടന്നുപോയിട്ടുണ്ട്. ആരാണ് ശരി എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങളെ 10 മിനിറ്റ് കൊണ്ട് സംരക്ഷിക്കാമെന്ന് പറയുന്ന VD സതീശനാണോ, അതോ കമ്മീഷനെ വെച്ച് എല്ലാം ശരിയാക്കാമെന്ന് പറയുന്ന പിണറായി വിജയനാണോ, അതോ വഖഫ് ഭേദഗതി ബില്ലിലൂടെ ഈ നാടിനെ സംരക്ഷിച്ചുകൊള്ളാമെന്ന് പറയുന്ന BJP ആണോ ശരി? ഇത് മുനമ്പം ജനതയുടെ മുമ്പിൽ ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. എനിക്കറിയാം, പറയാതെ നിങ്ങളത് പറയുന്നുണ്ട്. ഇന്നിവിടെ സംസാരിച്ച വ്യക്തികളും ചോദിച്ച ചോദ്യം അതാണ്, നിങ്ങൾക്ക് ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയുമോ? 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ സമരം വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ പാസ്സാകുമ്പോ ആ പാസ്സാകുന്നതിലൂടെ ഈ സമരം അവസാനിപ്പിക്കണമെന്ന് ഉള്ളിലെങ്കിലും ആഗ്രഹിച്ചവരാണ് നിങ്ങളെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാനും അതാകും, നിങ്ങളെക്കാൾ കൂടുതൽ അത് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. ഈ JPC-യുടെ കാലാവധി ദീർഘിപ്പിച്ചപ്പോ ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ ഇത് സമാധാനം പറയേണ്ട ഗതികേടുണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആദ്യമേ നിങ്ങളെക്കാൾ മുമ്പ് ഈ ചോദ്യം എന്റെ നേതാക്കളോട് ഞാൻ ചോദിച്ചു. ഞാൻ ഇവരുടെ മുമ്പിലും പാർട്ടിയുടെ നേതൃനിരയുടെ മുമ്പിൽ ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്. പക്ഷെ അവിടെ എനിക്ക് കിട്ടിയൊരു ഉത്തരം, ഇതിനു മുമ്പ് പൗരത്വ ഭേദഗതി നിയമം CAA ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ഈ നാട്ടിൽ വന്നു. അന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടെ ഈ ഇരിക്കുന്നതിൽ ഒരു ചെറിയ ശതമാനം ആളുകളെങ്കിലും നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ സമരരംഗത്ത് ഇറങ്ങിയിട്ടുണ്ടോ? ഞാൻ ഇറങ്ങിയിട്ടുണ്ടോ? എന്താണ് പറഞ്ഞത്? ഈ ഇരിക്കുന്നതിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് നരേന്ദ്രമോദി കൊണ്ടുവരുന്ന പൗരത്വ ഭേദഗതി നിയമം എന്ന് വിശ്വസിച്ച് തെരുവിലിറങ്ങി സമരം ചെയ്ത ഒരു വർഗം നമുക്കിടയിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ആ ഭേദഗതി നിയമം, ഇവിടെ പൗരത്വ ഭേദഗതി നിയമം ഈ നാട്ടിൽ നടപ്പിലാക്കി. ഈ നാട്ടിൽ ആ നിയമം നടപ്പിലാക്കിയിട്ട് ഈ രാജ്യത്ത് ഏതൊരു ഇസ്ലാം സഹോദരനെയോ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഹോദരനെയോ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്ത് ആദ്യമായി ആ നിയമം വഴി പൗരത്വം ലഭിച്ചത് ഒരു മുസ്ലിം സഹോദരനായി. എന്തൊക്കെ നടന്നു ഇന്ത്യയിൽ എത്രമാത്രം വലിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇതിനെല്ലാം സാക്ഷിയായവരാണ് ഞങ്ങൾ. അതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. നമുക്കറിയാം, JPC യോഗം 47 പ്രാവശ്യം കൂടിയപ്പോൾ 47 പ്രാവശ്യം ആ JPC യോഗത്തിൽ കൃത്യമായ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഇവിടെ പ്രകാശ് സൂചിപ്പിച്ചു, കല്ലെറിയുക, കുപ്പി വെച്ചെറിയുക, കൈ കടിച്ചു പൊട്ടിക്കുക. ഏത് ഒരു MP ചെയ്ത പരിപാടിയാണ്. ആ യോഗത്തിൽ ഒരു MP നടത്തിയ പ്രതിഷേധമാണ്. അങ്ങനെ 1, 2 നമ്മളാരെങ്കിലും ഈ പെറ്റീഷൻ JPC കൊടുത്തിട്ടുണ്ട്. നമ്മൾ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് 610 പേരും കൂടെ ഒറ്റ പെറ്റീഷനാണ് കൊടുത്തത്. അത് വെന്നിച്ചാണ് ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് കൊടുത്തേക്കുന്ന പെറ്റീഷൻ. ബാക്കി 96 ലക്ഷം എവിടുന്ന് വന്നു? 96 ലക്ഷം പെറ്റീഷനുകളും ആ JPC-ന് മുമ്പിൽ വന്നിട്ടുള്ളത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 90 ലക്ഷത്തിലധികം പരാതികൾ അവിടെ വന്നിട്ടുള്ളത്. അപ്പോ ഒരു JPC ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിക്ക് പോയപ്പോ മിനിസ്റ്ററെ കാണാൻ പോയ സമയത്ത് ഞാൻ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയുടെ വീട്ടിലും ഓഫീസിലും നമ്മുടെ മന്ത്രിയായ ജോർജ് കുര്യൻ ന്യൂനപക്ഷ വകുപ്പിന്റെ സഹമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ ഓഫീസിലും കയറി നിരവധി നിവേദനങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ എനിക്ക് അവിടെ കൊടുക്കാറുണ്ട്. ഓഫീസിലൊന്നും ആളില്ല. മുഴുവൻ മന്ത്രിമാരുടെ ഓഫീസിലും മുഴുവൻ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും JPC-യിലേക്ക് മുഴുവൻ സ്റ്റാഫുകളും JPC റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്.
അപ്പൊ എന്താ അവര് പറഞ്ഞത്? കോൺഗ്രസ് പാർട്ടി എന്താ പറഞ്ഞത്? JPC കൃത്യമായ സമയം കൊടുക്കാതെ, JPCക്ക് വന്നിട്ടുള്ള പരാതികൾ കൃത്യമായി മനസ്സിലാക്കാതെ ഇവരെടുക്കുന്ന തീരുമാനം ഏകപക്ഷീയമാണ്. ഇത് നരേന്ദ്രമോദി കെട്ടിയിറക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ നിയമമാണ്. ഈ നിയമം പാസാക്കിയാൽ ഈ ഇന്ത്യ മഹാരാജ്യം ഒട്ടാകെ ഞങ്ങൾ കത്തിക്കും. ഒരു ഗുണമുണ്ടായി. JPCയെ ദീർഘിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കറെ കാണാൻ പോയ വഴിയിൽ പോയ സംഘത്തിൽ നിങ്ങളുടെ MP ഒളിച്ചുപോയി. നിങ്ങളുടെ MP ഇല്ലായിരുന്നു. ആ ഒരു മര്യാദ, അത് മുനമ്പം ജനതയുടെ ശക്തിയാണ്. കേരളത്തിൽ നിന്നുള്ള MPമാര് ഇതിനു മുമ്പ് വഖഫ് ഭേദഗതി നിയമമോ ഏതെങ്കിലും തരത്തിലുള്ള നിയമം വരുമ്പോ എന്തിന് ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോ അവിടെ കിടന്ന് മുണ്ടഴിച്ച് തുള്ളിയ ഒരു MPയും ഇന്ന് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ വായുയർത്താൻ തയ്യാറാവുന്നില്ലെങ്കിൽ അത് മുനമ്പം ജനത നിങ്ങൾ തയ്യാറാക്കിയ വലിയ പ്രതിരോധത്തിന്റെ ഫലമാണ്, ഒരു സംശയമില്ല. ഇത് ഈ രാജ്യത്തിന്, ഞാൻ ഈ വിഷയം ഏറ്റെടുത്ത് എന്റെ അമ്മയും മകളൊന്നും വഖഫ് ഈ മുനമ്പത്ത് ജീവിക്കുന്നില്ല. ഞാൻ ഈ വിഷയം ഏറ്റെടുത്തത് ഈ രാജ്യത്തോടുള്ള കടപ്പാടെന്നല്ല. ഞാൻ ഒരു കാര്യം തീർത്ത് പറഞ്ഞോളാം. നിങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം VD സതീശനും CPM ഒക്കെ പ്രചരിപ്പിക്കുന്നതനുസരിച്ച് മുനമ്പത്തെ ജനതയെ രക്ഷിക്കില്ല, വഖഫ് ഭേദഗതി നിയമം വരില്ല. ഒരു കാര്യം തീർത്തു പറഞ്ഞേക്കാം, മുനമ്പത്ത് സമരം തുടങ്ങിയിട്ടല്ല നരേന്ദ്രമോദി വഖഫ് ഭേദഗതി നിയമം തയ്യാറാക്കാൻ തുടങ്ങിയത്. മുനമ്പത്ത് സമരം ആരംഭിക്കുന്നതിന് മുമ്പ്, മുനമ്പത്തെ വിഷയങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ബില്ല് BJPയുടെ നേതൃത്വത്തിൽ തയ്യാറായി കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് ഈ ബില്ലിനെ കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങിയിരുന്നു. ഈ ബില്ല് ഈ രാജ്യത്തിന് വിരുദ്ധമാണെന്നും ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ഈ ബില്ല് ക്രിയേറ്റ് ചെയ്തത്. മുനമ്പം സമരം കൊണ്ട് എന്താണ് ഈ രാജ്യത്തിനുണ്ടായ ഗുണം? ഇതിനെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ ബില്ലായി ചിത്രീകരിച്ചപ്പോ അത് അങ്ങനെയല്ല. ഈ രാജ്യത്തെ സാധാരണക്കാരനെ പാവപ്പെട്ടവന്റെ മുതുകത്തേക്ക് കുതിര കയറാൻ വഖഫ് ബോർഡിന് അധികാരം കൊടുക്കുന്ന, അനധികൃതമായി ഭരണഘടനയ്ക്ക് മുകളിൽ അധികാരം കൊടുക്കുന്ന ഒരു ബില്ലാണ് ഇതെന്ന് സ്ഥാപിച്ചെടുക്കുവാൻ മുനമ്പം സമരം കൊണ്ട് കഴിഞ്ഞു. ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചുള്ള കുറച്ച് തുറന്നു പറയുകയാണ്. ഇവിടെ ഈ സമരസമിതിക്ക് പിന്തുണയായി വരുന്ന ഞാൻ ഉൾപ്പെടെ ആരാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് വഖഫ് ഭേദഗതി അല്ലാതെ ഇതിനെ കോംപ്രമൈസ് എന്നോ അല്ലെങ്കിൽ കമ്മീഷൻ എന്നോ അല്ലെങ്കിൽ അത് ഞാനാണെങ്കിലും പള്ളിയിലച്ഛനാണെങ്കിലും കർദിനാളാണെങ്കിലും ഇവിടെ വന്ന് വഖഫ് ഭേദഗതി ഇല്ലാതെ ഈ വിഷയം പരിഹരിക്കാമെന്ന് പറയുന്നവർ മുനമ്പത്തിന്റെ ശത്രുക്കളാണ് എന്ന് നിങ്ങൾ ഇനി തിരിച്ചറിയണം. അത് നാളെ ഞാനും പറയാം, ഭേദഗതി ആവശ്യമില്ല, നമ്മുടെ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് പരിഹരിക്കാം. നിങ്ങൾ എന്നെയും ശത്രുവായി കാണണം. കാരണം ഒരു കാരണവശാലും വഖഫ് ഭേദഗതിയിലൂടെ അല്ലാതെ മുനമ്പത്തിന്റെ വിഷയം പരിഹരിക്കപ്പെടില്ല. വലിയ സമ്മർദ്ദങ്ങളുണ്ട് ഇവരുടെ ഭാരവാഹികൾക്ക്. അച്ഛന് ഞാന് ആ പാദങ്ങളിൽ പൂവിട്ട് തൊഴുകയാണ് ആന്റണി അച്ഛൻ. ആ മനുഷ്യനല്ലാതെ മറ്റേത് വൈദികനാണെങ്കിലും ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം സമ്മർദ്ദം അത്ര വലിയടത്തുന്ന ആ വലിയടത്തൊക്കെ ഞാൻ പോയി പറഞ്ഞു, ഞാൻ പോയി സംസാരിച്ചു. പക്ഷേ അവിടെ നിന്നും തുറന്ന് ഈ ബില്ലിനെ അനുകൂലിക്കാനോ ഈ ബില്ല് ശരിയാണെന്ന് പറയാനോ തയ്യാറായില്ല. മുനമ്പം വിഷയം പരിഹരിക്കണം. എന്താ, മുനമ്പംകാരെ പേടിയുണ്ട്, മുനമ്പംകാർക്ക് ഇച്ചിരി ഊർജ്ജം കൂടുതലാണ്. അതുകൊണ്ട് മുനമ്പം വിഷയം പരിഹരിക്കണമെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇത് അടിസ്ഥാനപരമായി എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് ഒട്ടകം പറയാൻ പോലും അവർ തയ്യാറാകുന്നില്ല. ഇപ്പൊ ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ എന്ത് തീരുമാനം എടുക്കട്ടെ, ഇന്ത്യൻ ഭരണഘടന പ്രകാരമായി ആ കമ്മീഷൻ എന്ത് തീരുമാനമെടുത്താലും വഖഫ് ബോർഡിന് ഞങ്ങൾക്കത് അനുസരിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ അതിനെ അനുസരിപ്പിക്കാനുള്ള ഒരു അധികാരവും സംസ്ഥാന സർക്കാർ നിയമിച്ചിട്ടുള്ള കമ്മീഷനില്ല. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ വിഷയം പരിഹരിക്കാൻ കഴിയുന്നത്? ഒരൊറ്റ കാര്യത്തിന് ഇന്ത്യ മഹാരാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിക്കല്ലാതെ ഈ മുനമ്പം ജനതയെ ഞാൻ കഴിഞ്ഞോട്ടെ. ഇപ്പോൾ ഇവിടെ കമ്മീഷൻ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ തളിപ്പറമ്പിൽ അടുത്ത കമ്മീഷൻ വെക്കുമോ? എനിക്കറിഞ്ഞൂടാ. ഈ തളിപ്പറമ്പിൽ അടുത്ത കമ്മീഷൻ വെക്കുമോ? പിന്നെ ഉണ്ടല്ലോ ചാവക്കാട് 60 ഏക്കർ, അവിടെ അടുത്ത കമ്മീഷൻ വെക്കുമോ? തളിപ്പറമ്പിൽ അടുത്ത കമ്മീഷൻ വെക്കുമോ? ഗുരുവായൂർ അടുത്ത കമ്മീഷൻ വെക്കുമോ? എത്ര കമ്മീഷൻ വെക്കും? അപ്പൊ അവിടെയൊക്കെ അവർ സമരം തുടങ്ങിയാൽ അവിടെയൊക്കെ കമ്മീഷൻ വെച്ച് പോവോ? എന്താ ഉദ്ദേശിക്കുന്നത്? മേഡം ഇവിടെ സൂചിപ്പിച്ച അഭിലാഷ മേഡം ചോദിച്ച ഒറ്റ കാര്യം,
1995-ലെയും 2013-ലെയും ഭേദഗതികളിലൂടെ വഖഫ് ബോർഡിന് ഈ അധികാരം കൊടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ എന്ന ചോദ്യം അതാണ്. 1995-ലെയും 2013-ലെയും ഭേദഗതികൾ വഖഫ് ആക്ടിൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ മുനമ്പം ജനതയ്ക്ക് ഇന്ന് ഈ കാണുന്ന പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോ പ്രശ്നം എവിടെ കിടക്കുന്നത്? പ്രശ്നം കിടക്കുന്ന വഖഫ് ആക്ടിലാണ്. അത് തിരുത്തിയേ മതിയാവും. അത് തിരുത്താതെ മറ്റേത് കോംപ്രമൈസും പറയുന്നവർ നിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് മാത്രം തിരിച്ചറിയുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഒരു സമരം ഇത്രകാലം നീണ്ടുകൊണ്ടു പോകാനൊക്കെ വലിയ പ്രയാസമാണ്, സത്യമാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ സമരം മുമ്പോട്ട് തന്നെ പോകണം. കേരള സമൂഹത്തിന്റെ അപ്പാടെയുള്ള വലിയ പിന്തുണ ഈ മണ്ണിലേക്ക് ഒഴുകിയെത്തും. അത് ഞങ്ങളുടെ വാക്കാണ്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ മുൻപത്തിനുള്ളിലേക്ക് നിങ്ങൾക്കുള്ള പിന്തുണ ഒഴുകിയെത്തും. ഇത് നിങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരമല്ല. നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഒരു ദുർനിയമത്തിനെതിരെ ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന സമരമാണ്. ഇതൊന്നും മറക്കരുത്. ഈ രാജ്യത്തിന്റെ സമരപോരാളികളാണ് മുനമ്പക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു നന്ദിയുടെ വാക്ക് ബഹുമാനപ്പെട്ട പ്രഭാരി പ്രകാശിക്ക്, അതുപോലെ സഹപ്രഭാരി അപരാജിത മേഡം ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ നല്ല അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും, ഇവരാരും പണിയില്ലാത്തവരൊന്നുമല്ല ആഴ്ച ഓടി വരാൻ. എനിക്കാണ് പോട്ടെന്ന് പറയാം. രണ്ടാമത്തെ പ്രാവശ്യം മേഡം ഇന്ന് ഈ പ്രോഗ്രാമിൽ വന്നല്ല. ഇന്ന് രാവിലെയാണ് സഹിച്ചേട്ടൻ പറഞ്ഞു, മേഡം കൂടെ വരാമോ എന്ന് സഹിച്ചേട്ടൻ ചോദിച്ചു. മുൻപത്തോട്ട് ഐ ആം കമ്മിങ്, ഞാൻ വരികയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് മേഡം ഇന്ന് ഞങ്ങളുടെ കൂടെ വന്നത്. ഈ വിഷയത്തിന്റെ ഗൗരവത്തെ ഇവിടെ പിറന്ന മണ്ണ് കാശ് കൊടുത്ത് വാങ്ങി വീണ്ടും ഇറങ്ങിപ്പോകേണ്ട ഗതികേടുള്ള ലോകത്തെ ഏക ജനത മുനമ്പക്കാരാണ്. ആ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയ ഇങ്ങനെ വേറെ നന്ദി കുറച്ചിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു. അപ്പൊ ഞാൻ നന്ദിയിലേക്ക് കിടക്കുന്നതിന് പ്രത്യേകം പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ്